ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അൽ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഒരാളെക്കുറിച്ച് അഭിപ്രായം അറിയാൻ ചോദിക്കുക. എന്താ? ഒരാൾ പറയുന്നു, എനിക്ക് ഫിത്ന ഇഷ്ടമാണ്, ഞാൻ റുക്കൂഉ സുജൂദൊന്നും ചെയ്യൂല. യഹൂദികളും നസാറാക്കളും പറഞ്ഞതൊക്കെ ശരിയാ, അള്ളാഹിൻ്റെ റഹ്മത്ത് വരുമ്പോൾ ഞാൻ ഓടും. ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞാൽ എനിക്ക് അള്ളാഹിനെ പേടിയേ ഇല്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളെ സ്ഥിതി എന്താണ്? അബൂ ഹനീഫയും പറഞ്ഞു, അയാൾ നല്ല മനുഷ്യനാണ്. അങ്ങനെയാണോ? ഞാൻ റുക്കൂഉ സുജൂദ് ഒന്നും ചെയ്യൂല, അതിനർത്ഥം ഞാൻ പറഞ്ഞു തരാം, അയാൾ നല്ല ആളാണ്. അബൂ ഹനീഫയും പറയാ, റുക്കൂഉ സുജൂദ് ചെയ്യൂല, മയ്യിത്ത് കരിക്കുമ്പോൾ റുക്കൂഉ സുജൂദും ഇല്ല. അതുകൊണ്ടാണ് ആ പറഞ്ഞത്. അള്ളാഹിൻ്റെ റഹ്മത്ത് വന്നാൽ ഓടും എന്ന് പറഞ്ഞതോ, യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അത് പെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഓടുമെന്നാണ്. ജൂതന്മാരും നസാറാക്കളും പറഞ്ഞതൊക്കെ ശരിയാ. എന്താ കുഴപ്പം? വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈഇൻ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ. നസാറാക്കൾ പറഞ്ഞു ജൂതന്മാർ ശരിയില്ല, ജൂതന്മാർ പറഞ്ഞു നസാറാക്കൾ ശരിയില്ല. ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ്. ജൂതന്മാർ പറഞ്ഞു ശരിയാണ്, നസാറാക്കൾ പറഞ്ഞു ശരിയാ, രണ്ടുകൂട്ടരും ശരിയല്ല. എന്താ കുഴപ്പം? എനിക്ക് അള്ളാഹിനെ പേടിയില്ല. എന്തിനാ പേടിക്കണത്? നീതിമാനായ അള്ളാഹു അള്ളാഹ് പറഞ്ഞ പോലെ കറക്റ്റായിട്ടങ്ങ് ജീവിച്ചാൽ അള്ളാഹു തആല വെറുതെ ശിക്ഷിക്കുകയില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ പ്രതീക്ഷ പറഞ്ഞതാണ്, അള്ളാഹിനെ പേടിയില്ലാൻ, അള്ളാഹ് കാരുണ്യവാനാണ്, അവൻ എന്നെ രക്ഷപ്പെടുത്തും എന്ന നിനക്ക് പറഞ്ഞതാണ്. അബൂ ഹനീഫ ഇമാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ എപ്പോഴും ഈ മഹാനെ ചീത്ത പറയുന്ന ആ ചോദ്യകർത്താവ് അബൂ ഹനീഫ ഇമാമിൻ്റെ നെറ്റത്ത് ചുംബിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നാ ചരിത്രം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പലവിധ പദപ്രയോഗങ്ങളും നടത്തും. ആ പദപ്രയോഗങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയാതെ ദുർവ്യാഖ്യാനത്തിന് പോകരുത്. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ഇവരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീൻ ഈ രാജ്യത്ത് നിലനിർത്താൻ പ്രവർത്തിക്കുന്നത്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകളാണെന്ന് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അർവാഹുകളാണ്, ആത്മാവുകളാണ്. മരണപ്പെട്ടു പോയാലും അവർക്ക് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുകയാണ്. അല്ലാഹ് കൊടുത്താലേ ഉണ്ടാകൂ, അല്ലാതെ ഉണ്ടാകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹഖായ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചു പോകരുത്. നമ്മുടെ വിശ്വാസത്തിന് എത്ര പഴക്കമുണ്ട്. ഈ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഗുരുനാഥന്മാരാണ്. അതിനൊരു കേടും പറ്റാതെ അപ്പടി അതിൻ്റെ ഗുരുനാഥന്മാരാണ്. അങ്ങനെ പരമ്പരയായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നബിയിൽ നിന്ന് സ്വഹാബത്തിന് കിട്ടിയിട്ട് സ്വഹാബത്തിൻ്റെ വക്കൽ നിന്ന് മദ്ഹബിൻ്റെ ഇമാമുകൾ മുഖേന കഴിഞ്ഞകാല പണ്ഡിതന്മാർ മുഖേന നമ്മുടെ കയ്യിൽ പരമ്പരയായി കിട്ടിയതാണ്. ഈ വിശ്വാസം നമ്മുടേത് മാത്രമല്ല, ലക്ഷോപലക്ഷം കോടാനക്കോടി പരമ്പര വഴിയായി കിട്ടിയ വിശ്വാസമാണ്. ഒരു തകരാറും അതിനില്ല കേട്ടോ. ആ പരമ്പരയെ നാം മാറ്റി നിർത്തിയാൽ, അവരെ നാം തള്ളിപ്പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ വരെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഖുർആൻ എവിടെ? പള്ളിയിലേക്ക് പോവുക, മുസ്ഹഫ് എടുത്തിട്ട് കാണിച്ച് ഇതാ ഖുർആൻ. ആര് പറഞ്ഞു ഇത് ഖുർആനാണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 കൊല്ലം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുത്ത പരിശുദ്ധ ഖുർആനാണ് ഇത് എന്നതിൻ്റെ തെളിവെന്താ? നാം ഉണ്ടായിരുന്നോ അക്കാലത്ത്? ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ നാം അത് കേട്ടിരുന്നോ? ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ നാം ആ സദസ്സിലുണ്ടായിരുന്നോ? നബി തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോൾ നാം ആ സദസ്സിലുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ആര് പറഞ്ഞു ഇത് ഖുർആനാണെന്ന്? നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചു തന്നു ഇത് ഖുർആനാണെന്ന്. ആ ഉസ്താദിനെ നാം അംഗീകരിക്കുന്നു. ആ ഉസ്താദുമാർക്ക് അവരുടെ മുൻഗാമികളായ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തു ഖുർആനാണെന്ന്. അവരംഗീകരിക്കുന്നു. അവരങ്ങോട്ട് പോയിട്ട് റസൂൽ വരെ എത്തി എന്നുള്ള പരമ്പരയല്ലാതെ
ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന മാ ബൈന ദഫനൈൻ, 2 ചട്ടക്കുള്ളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട 30 ജുസുള്ള 6666 ആയത്തുള്ള പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്ത ഗ്രന്ഥമാണ്, ആയത്തുകളാണ് എന്ന് ഒരു പുള്ളിക്ക് പോലും അതിൽ മാറ്റം വന്നിട്ടില്ല. അന്നെങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും ഉള്ളത് എന്ന് ഉറപ്പിച്ചു തറപ്പിച്ച് നാം വിശ്വസിക്കുമ്പോ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച മൊല്ലാക്കയെ വരെ, നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു ചെറിയ ഉസ്താദിനെ വരെ പരിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെടാൻ ആ ഉസ്താദിനെ വരെ അംഗീകരിക്കണമെങ്കിൽ ആ പരമ്പരയെ തള്ളിപ്പറഞ്ഞാൽ ഇവർക്ക് ആകെയുള്ള ആക്ഷേപം എന്താ? കഴിഞ്ഞ കാല പരമ്പര അംഗീകരിക്കും നമ്മൾ എന്നുള്ളതാകെ കുഴപ്പം. അതിനാക്ഷേപം. അത് ഖുർആൻ പറഞ്ഞതല്ലേ, വഇദ ഹളറ യാഖൂബുൽ മൗതു, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മരണമാസന്നമായപ്പോൾ ഇദ് ഖാല ലിബനീഹി, മക്കളോട് യാക്കൂബ് നബി ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് എടുക്കും? ഞാൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് എടുക്കുക? ആ മക്കൾ പറയുന്നു, നഅബുദു, ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു ഏകനായ അല്ലാഹുവിന് എന്നല്ലേ പറയേണ്ടത്. യാക്കൂബ് നബി വഫാത്താകാൻ പോവാണ്. മക്കളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ്, മക്കളെ ഞാൻ ഇന്നങ്ങ് മരിച്ചു പോയാൽ പിന്നെ നിങ്ങളാർക്കാണ് ഇബാദത്ത് എടുക്കുക? ആ മക്കൾ എന്ത് പറയണം? ഏകനായ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കും എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ആ മക്കൾ പറയുന്ന മറുപടി അതല്ല, അങ്ങനെയല്ല പറയുന്നത്. നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയണമെന്നാണ് ദീന് പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി പറഞ്ഞോ, കഴിഞ്ഞകാല പാരമ്പര്യം പറഞ്ഞത് ശരിയായില്ല മക്കളെ. ഇലാഹം വാഹിദൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നഅബുദു, ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, ഇലാഹം വാഹിദ, ഇലാഹക്ക, പിതാവേ അങ്ങയുടെ ഇലാഹിന്, ഇലാഹ ആബായിക്ക, തങ്ങളുടെ വാപ്പമാർ അവരുടെ ഇലാഹനും, അഥവാ ഇബ്രാഹീമോ ഇസ്മായിലോ ഇസ്ഹാഖ അവരുടെയൊക്കെ വാപ്പമാരെ ഇബാദത്തെടുത്ത അതേ ഇലാഹിനെ ഞങ്ങളും ആരാധിക്കുന്നു. അഥവാ ഇലാഹം വാഹിദ, ഏകനായ റബ്ബിന് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ, കഴിഞ്ഞകാല പാരമ്പര്യം അംഗീകരിക്കൽ ദീൻ പഠിപ്പിച്ചു തന്ന തത്വമായതുകൊണ്ട് നമുക്ക് ഖുർആൻ സ്ഥിരപ്പെടണമെങ്കിൽ നമ്മുടെ മുൻഗാമികളെ അംഗീകരിച്ചേ പറ്റൂ. ഖുർആൻ ഓതാൻ കഴിഞ്ഞകാല പാരമ്പര്യം അംഗീകരിക്കാതെ ഓതാൻ കഴിയില്ല. അറബി ഭാഷ പഠിച്ചു എന്നതുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിയില്ല. വൽ ഫജ്രി സൂറത്ത് എടുത്ത് നോക്കൂ. വൽ ഫജ്രി സൂറത്ത് ഇങ്ങനെ ഓതി വരുമ്പോൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ചെറിയ സൂറത്ത് പലർക്കും പരിചയം കാണും. എടുത്തു നോക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വജാഅ എന്നാണ് എഴുതിയിട്ടുണ്ടായിരിക്കുക. വജാഅ എന്ന് എഴുതിയിട്ട് ഓതേണ്ടത് വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ എന്നാണ് ഓതുന്നത്. എഴുതിയത് വജാഅ എന്നാണ്, ഓതേണ്ടത് വജീഅ എന്നാണ്. എവിടുന്ന് കിട്ടി? ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞിരുന്നോ? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? എന്ത് ചോദിച്ചാലും റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? റസൂലുള്ളാഹി ചെയ്തിരുന്നോ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽക്ക് ഇരുന്നിട്ട് ഖുർആനിലെ ഹറക്കത്തും പുള്ളിയൊക്കെ മായ്ക്കുക. ആരാ ഖുർആനിലെ ഹറക്കത്തിട്ടത്? റസൂലുള്ളാഹിയാണോ? സ്വഹാബത്താണോ? നബിതങ്ങൾക്കും സ്വഹാബത്തിനും അങ്ങനെ ഒരു സംഗതിയെ പരിചയമില്ല. പുള്ളിയും ഹറക്കത്തും. അബുൽ അസ്വദ് ദുവലിയുടെ ഭരണകാലത്താ ഖുർആനിൽ പുള്ളിയിടുന്നത്. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ആ ഖുർആൻ ഓതിയിട്ടാ തെളിവുദ്ധരിക്കണത്. മായ്ക്കടോ ഖുർആൻ എന്ന് പുള്ളി റസൂലുള്ളാഹിന്റെ കാലത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊക്കെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ന്യായമായ മറുപടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട്, നമുക്ക് അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് ആത്മാർത്ഥമായി ഇതൊന്ന് ചിന്തിച്ചിട്ട് സത്യം ഇവരുടെ പിന്നിൽ ഉണ്ടോ, നാം പറഞ്ഞതിൽ എന്താണ് പന്തികേട് എന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. വിഷയത്തിൻ്റെ കാതലായ വിശാലമായ ആ അധ്യായങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നിട്ടില്ല, കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട്, മഹാനായ റിഫായ ശൈഖിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ, ഇന്ന് ഈ മാസം ഈ ദിവസം
അവരിലൂടെ നാം കടന്നു പോകുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളും, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നല്ലൊരു സുഖമായി അന്തിയുറങ്ങാതെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ട് ത്യാഗത്തിന് തയ്യാറായി എല്ലാം വിട്ടേച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ മഹത്തുക്കളായ സ്വാലിഹ്യങ്ങൾ, അവരെ പിന്തുടർന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് ഉപയോഗിക്കുക. ഇവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കുന്നതിന് പകരം ഞാൻ രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞു ആക്ഷേപിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം. നിങ്ങൾ ഏത് രാഷ്ട്രീയവും ഭൗതിക ലോകത്ത് ഗുണം കിട്ടുന്നതിന് ഏത് സ്വീകരിച്ചാലും നമുക്ക് ആ വിഷയം ചർച്ചയില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതല്ല നമ്മുടെ ചർച്ച. നമുക്ക് ചർച്ച രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങളുടെ മുദ്രാവാക്യം വിളിയും ഊർജവും ആരോഗ്യവും അതിന് ചെലവഴിക്കുന്നത് ഭൗതിക ലോകം മാത്രമേ നേടാൻ കഴിയൂ. മരിച്ചു പോകുന്നത് വരെ അത് ആവശ്യമുള്ളൂ. അതിനേക്കാൾ നമുക്കാവശ്യം അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മുടെ ആരോഗ്യം നാം ചെലവ് ചെയ്യണം. ഒരു മനുഷ്യനെയെങ്കിലും നിസ്കരിക്കുന്നവനാക്കി മാറ്റണം. ഒരു പ്രദേശമെങ്കിലും നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഒരു മദ്യപാനിയെങ്കിലും മദ്യപാനം മാറ്റാൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിലേക്ക് ഒരാളെങ്കിലും കടന്നു വരുന്നൊരവസ്ഥ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകണം. ഈ രാജ്യത്തിൻ്റെ അരാജകത്വത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കണം. ലോകം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരത എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന് മാത്രമേ ഭീകരതയുള്ളൂ എന്നാണ് ധാരണ. എല്ലാ മതക്കാരും പരിശുദ്ധമാണ്. നമുക്ക് ആരോടും ആക്ഷേപവും കുഴപ്പവുമില്ല. അതേ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഭീകരത എന്ന് മുദ്ര കുത്തുന്നൊരവസ്ഥ ഉണ്ടാക്കാതെ നാം ഭീകരവാദികളല്ല. നാം സൗഹാർദ്ദത്തിൻ്റെ ആളുകളാണ്, നാം സ്നേഹത്തിൻ്റെ ആളുകളാണ്, ഉപകാരം ചെയ്യുന്നവരാണ്, എല്ലാവർക്കും ഗുണം മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന നമ്മുടെ യഥാർത്ഥ തത്വം, അതാണല്ലോ നമ്മുടെ തത്വം. ആ തത്വം ലോകത്തിൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി കുടുംബത്തിലും നന്മ മാത്രം വരാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും നമ്മുടെ ഊർജ്ജം ആ വഴിക്ക് തിരിച്ചുവിടണമെന്നും അതാണ് നമ്മുടെ കഴിഞ്ഞകാല മഹത്തുക്കളായ സ്വാലിഹ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഔലിയാവിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. അത് തന്നെ വിശാലമായി പറഞ്ഞിട്ടില്ല. ചുരുങ്ങിയൊരു വിവരണം മാത്രമേ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അള്ളാ ഈ വിഷയം ഇന്നലെ പറയുകയായിരുന്നെങ്കിൽ ഇന്ന് കുറേ ഔലിയാക്കന്മാരുടെ സേവനം, ദീനിനു വേണ്ടി അവർ ചെയ്ത സേവനത്തിൻ്റെ മാതൃകയിലേക്ക് നമുക്ക് കടന്നു വരാമായിരുന്നു. പക്ഷേ ഇന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ ഈ വിഷയം ആകട്ടെ എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ആ വിഷയത്തിലേക്ക് കടന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതൊക്കെ നമുക്കും നാടിനും ദീനിനും ഖൈറായി ഭവിക്കുന്നതാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനോ നമുക്കോ നാടിനോ ദോഷകരമായ ഒന്നും വരാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.